നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെ താമസിച്ചിട്ടും കൊട്ടാരത്തിനുള്ളിലേക്ക് ഒരിക്കലും പ്രവേശനം ലഭിക്കാതെ പോയ ഒരു രാജ്ഞിയുണ്ട്. യൂറോപ്പിലെ രാജകുടുംബങ്ങളുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന മരിയ രാജ്ഞിയാണ് ഈ ഹതഭാഗ്യ. എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരന്റെയും അടുത്ത ബന്ധുവായ യുഗ്ലോസ്ലോവിയയിലെ ഈ രാജ്ഞിയെ തേടി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് അയക്കുന്ന ക്രിസ്മസ് കാർഡ് പോലും എത്തിയിരുന്നില്ല. ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്ന വിക്ടോറിയയുടെയും ആൽബർട്ട് രാജകുമാരന്റെയും മകനായ ഫെർഡിനാൻഡ് രാജകുമാരന് എഡിൻബർഗിലെ മേരി രാജകുമാരിയുടെ മൂന്നാമത്തെ മകളായിട്ടാണ് മരിയ ജനിക്കുന്നത്. 1914 കരോൾ ഒന്നാമന്റെ മരണശേഷം മരിയയുടെ മാതാപിതാക്കൾ റൊമാനിയയിലെ രാജാവും രാജ്ഞിയുമായി ചുമതലയേറ്റു. മരിയയും അവരോടൊപ്പം റൊമാനിയയിലേക്ക് താമസം മാറി. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അമ്മയോടും 2 സഹോദരിമാരോടും ഒപ്പം ആയുധസേനാ രംഗത്ത് മരിയ പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച വിദ്യാഭ്യാസം നേടിയ മരിയ രാജ്ഞി നിരവധി ഭാഷകൾ നന്നായി സംസാരിക്കുകയും പെയിന്റിംഗിലും ശില്പനിർമ്മാണത്തിലും മികവ് പുലർത്തിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് മരിയയ്ക്ക് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പ്രവേശനം ലഭിക്കാതെ പോയത് എന്നതിന് പിന്നിൽ നിരവധി കഥകളുണ്ട്. അതിലേറെ പ്രാധാന്യമുള്ള കഥ മരിയയുടെ ആദ്യകാല പ്രണയത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. പ്രശസ്തമായ ഹീത്ത്ഫീൽഡ് സ്കൂളിൽ 1919 വിദ്യാർത്ഥിയായി മരിയ ചേർന്നു. 19 വയസ്സുകാരിയായ മരിയയ്ക്ക് ഈ വിദ്യാലയത്തിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, റോസ്മേരി ക്രെസ്വെലിൻ. ഗാർഡ്സ് ഓഫീസറായ അഡിസൺ ബേക്കർ ക്രെസ്വെലിന്റെ മകൾ. മരിയയും റോസ്മേരിയും തമ്മിൽ 4 വയസ്സിന് വ്യത്യാസമുണ്ടായിരുന്നു. 20ാം ജന്മദിനത്തോട് അടുത്ത് മരിയയെ 16 വയസ്സുകാരിയായ റോസ്മേരിയും സ്കൂളിൽ നിന്ന് കാണാതെയായി. ഇരുവരും തമ്മിൽ സവർഗാനുരാഗമാണെന്ന് കഥകൾ പരന്നു. പിന്നീട് ഇരുവരെയും അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം വീട്ടുകാരോടും മരിയ യുഗ്ലോസ്ലോവിയയിലെ അലക്സാണ്ടർ രാജാവിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടായിട്ടാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. അലക്സാണ്ടർ രാജാവിനും മരിയയ്ക്കും പീറ്റർ, ടോമിസ്ലോവ്, ആൻഡ്രൂ എന്നീ 3 ആൺമക്കൾ ജനിച്ചു. 1934 അലക്സാണ്ടർ രാജാവ് കൊല്ലപ്പെടുകയും ചെയ്തു. മരിയ രാജ്ഞിയുടെ മൂത്ത മകൻ പീറ്റർ 11ാം വയസ്സിൽ യുഗ്ലോസ്ലോവിയയുടെ രാജാവായി മാറി. പക്ഷെ മരിയയ്ക്ക് അത് ഇഷ്ടമായില്ല. മകന്റെ ഭരണത്തിൽ മരിയ ഇടപെടുന്നതിന് ശ്രമിച്ചു. ഇളയ 2 ആൺമക്കളെ തനിക്ക് അനുകൂലിച്ച് മരിയ പീറ്ററിനെ അത് എതിർത്തിരുന്നു. ഇതിനിടെ മരിയ റോസ്മേരിക്കൊപ്പം ലണ്ടനിൽ താമസിക്കാൻ എന്നേക്കുമായി രാജ്യം വിടുകയും ചെയ്തു. പ്രൊബോട്ട് ജോൺസ് എന്ന ഇംഗ്ലീഷ് സൈനികനുമായുള്ള റോസ്മേരിയുടെ വിവാഹബന്ധവും തകർന്ന സമയത്തായിരുന്നു ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത്. ചെൽസിയുടെ സ്ലോൺ സ്ക്വയറിന് സമീപമുള്ള ഒരു ഫ്ളാറ്റിലാണ് ഇരുവരും താമസമാക്കിയത്. പിന്നീട് രാജകീയമായ ചില ആചാരങ്ങൾ മരിയ തുടർന്നുകൊണ്ടേയിരുന്നു. റോസ്മേരിയ തന്റെ ലേഡി ഇൻ വെയിറ്റ് എന്ന് വിളിക്കണമെന്ന് മരിയ നിർബന്ധിച്ചിരുന്നു. യുഗ്ലോസ്ലോവിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായപ്പോൾ കുട്ടിയായ പീറ്റർ രാജാവ് സ്ഥാനഭ്രഷ്ടനാകപ്പെട്ടു. മകനെ പിന്തുണയ്ക്കാനുള്ള മരിയയുടെ സമീപനവും ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ അതൃപ്തിക്ക് കാരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പീറ്ററിന്റെ ഭരണത്തിൽ ഏർപ്പെടാനുള്ള മരിയയുടെ നീക്കത്തെ പീറ്ററിന്റെ ഗോഡ് ഫാദറായ ജോർജ് 6ാമൻ രാജാവ് അപലപിച്ചിരുന്നു. റൊമാന്റിക് നോവലിസ്റ്റ് ബാർബറ ക്വാർട്ടർലാൻഡുമായി സൗഹൃദം സ്ഥാപിച്ച മരിയയും റോസ്മേരിയും യുദ്ധസമയത്ത് കേംബ്രിഡ്ജിനടുത്തുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറി. പീറ്റർ രാജാവും അമ്മയായ മരിയ രാജ്ഞി പിന്നീട് ഒരിക്കലും ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. മരിയ രാജ്ഞി 1961 ജൂൺ 22 ലണ്ടനിലെ ചൈൽസിൽ അന്തരിച്ചു. 1961 ജൂലൈ 2 ലണ്ടനിലെ നോട്ടിംഗ് ഹില്ലിലുള്ള സെർബിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മരിയ രാജ്ഞിയുടെ മൃതദേഹം വിൻഡൻസർ കാസിനോട് ചേർന്ന് റോയൽ ബറിയൽ ഗ്രൗണ്ടിൽ സംസ്കരിക്കുന്നതിന് ബ്രിട്ടീഷ് രാജകുടുംബം അനുവദിച്ചു. ഭൗതികാവശിഷ്ടങ്ങൾ 2013 ഏപ്രിൽ സെർബിയയിലേക്ക് മാറ്റുകയും ചെയ്തു. അതേസമയം ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്ന് മരിയ രാജ്ഞി അകലം സൂക്ഷിച്ചത് ലണ്ടനിലുള്ള യുഗ്ലോസ്ലോവിയൻ സമൂഹത്തോട് ചേർന്ന് ജീവിക്കാനായിരുന്നു എന്നും പറയുന്നവരുമുണ്ട്.